ജയരാജൻ ജാവ്ദേക്കറും ഒക്കെയായി ചർച്ച നടത്തിയത് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് BJPയുടെ നേതാക്കൾ, ഞങ്ങളിപ്പോൾ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ നേതാക്കന്മാരുണ്ടല്ലോ, ഇവരൊക്കെ എല്ലാവരുമായി ആരെയും സന്ദർശിക്കാനും ആരുമായിട്ട് സംവദിക്കാനും ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിക്കകത്ത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് പാർട്ടിക്കകത്തെത്തും. ആ സമയത്ത് എല്ലാവരും അറിയും. അല്ലാണ്ട് BJP നേതാക്കന്മാർ ഇന്നയാളെ കാണാൻ പാടുള്ളൂ, ഇന്ന ആളുകളുമായി സംസാരിക്കാൻ പാടില്ല, ചർച്ച ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല, കാണുമ്പോൾ കണ്ണു പൊത്തണം, ഇതൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ BJPയിലേക്ക് എല്ലാ പാർട്ടിയിൽ നിന്ന് ആളുകൾ വരുന്നു, അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നതിൻ്റെ ഉദാഹരണമല്ല ഞങ്ങളെ കണ്ണൂർ പാർലമെൻറ്റ് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി നിങ്ങളെ മുന്നിലിരിക്കുന്നത്. ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ശ്രീ ജഗന്നാഥ്ജി അതിന് പ്രത്യക്ഷ ഉദാഹരണം. അദ്ദേഹത്തിന് മുന്നിലിരുത്തിയിട്ടാണല്ലോ ഞാൻ ഇക്കാര്യം പറയുന്നത്. ഈ കാര്യങ്ങൾ പുറത്ത് വന്നത് BJPക്ക് ക്ഷീണമാണ്. ശോഭാ സുരേന്ദ്രൻ ഇത് പുറത്തു പറഞ്ഞത് ശരിയായ നടപടിയാണ്. ഇനി നിങ്ങളോട് ആരെങ്കിലും ചർച്ച നടത്താൻ ഒരു ഭയം അവർക്കുണ്ടാകില്ലേ? ഇങ്ങനെ ഇല്ല, ധൈര്യം കൂടുതലാണ്. ജൂൺ 4 ശേഷം ഞങ്ങളുമായി ചർച്ച നടത്താൻ മാത്രമല്ല, ഞങ്ങളിലേക്ക് കടന്നു വരാനുള്ള ധൈര്യം എല്ലാ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഉണ്ടാകും. ധൈര്യം വർദ്ധിക്കുക. ഞാൻ ചോദിച്ചല്ലോ, താങ്കൾ ചോദിച്ചത് ഇനി ആരെങ്കിലും വരാൻ ധൈര്യം കാണിക്കുന്ന. അപ്പം ധൈര്യം ഇനി വർദ്ധിക്കുക. അല്ല, അവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട്. അതിനവർ നിങ്ങളുടെ ചോദ്യത്തിന് അവർ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞതിൽ കൂടുതൽ എന്താ ഉള്ളത്? അല്ല, അവർ പറയേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെ എന്തായാലും അപ്രതാവശ്യമുള്ള അത് സ്വകാര്യതയല്ല അവർ പറഞ്ഞത്, മാധ്യമങ്ങളോടല്ലേ പങ്കുവെച്ചത്. എന്താ അത് അവർ പങ്കുവെക്കേണ്ടത് അവർ പങ്കുവെച്ചു. ഓക്കെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനീ എല്ലാം പറഞ്ഞല്ലോ, എല്ലാവർക്കും ഈ പാർട്ടിയിൽ പ്രവേശനമുണ്ട്. ഞങ്ങൾ ഒരു കാര്യം പറയുന്നത്, ഇനി ഏത് പാർട്ടിയിൽ നിന്ന് ആര് വന്നാലും ഞാൻ 2 കണ്ടീഷനാണുള്ളത്. അതുകൊണ്ട് അവർ ഞങ്ങളുടെ നേതൃത്വത്തെ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയും അതേപോലെ ഞങ്ങളുടെ നയപരിപാടികൾക്ക് സർവാത്മന പിന്തുണ നൽകുകയും ചെയ്താൽ അവർക്ക് കടന്നു വരാം. യാതൊരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെല്ലാം ഉത്തരം ഞാൻ പറഞ്ഞതിലുണ്ട്. എല്ലാ സുധാകരന്മാർക്കും എല്ലാ ജയരാജന്മാർക്കും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വാഗതം. എങ്ങനെ? അല്ല, സ്വാഭാവികം. ഞാൻ 2 കാര്യം പറഞ്ഞല്ലോ, അതോടുകൂടി തീർന്നല്ലോ. ഇതുവരെ വരുന്നതോട് കൂടിയിട്ട് അവിടെ മുഖ്യമന്ത്രിയുടെ ഒരു ഉപമയുണ്ടല്ലോ, ഏത് ശിവനും പാപിയും ഒരുമിച്ച് ചേർന്നാൽ അദ്ദേഹം പറഞ്ഞത് എന്താ പറഞ്ഞത്? ശിവൻ പാപിയാവുന്ന. അത് നമ്മുടെ അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. നമ്മളൊക്കെ പഠിച്ചത് ശിവനും പാപിയും ഒരുമിച്ച് ചേർന്നാൽ പാപി ശിവനായി മാറും. ഇതാണ് നമ്മളൊക്കെ പഠിച്ചത്. പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രതികരണം നടത്തിയത്. അതായത് അദ്ദേഹം ഒരു ശിവനുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കി. ഏത് ശിവനാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ. ആ ശിവശങ്കരൻ എന്തായി മാറി? പാപിയായി മാറി, ജയിലും പോയി. അതുകൊണ്ട് മുഖ്യമന്ത്രി ഈ ശിവനും പാപിയും ഒരുമിച്ച് ചേർന്നാൽ പാപി ശിവനായി മാറും എന്നുള്ള നമ്മുടെ പൊതുവായ സങ്കല്പത്തിനെതിരായിട്ട് അദ്ദേഹം പറഞ്ഞു ശിവൻ പാപിയാവുന്ന. അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ഒരു ശിവശങ്കരനുമായിട്ട് സമ്പർക്കം ചെയ്തു. ആ ശിവശങ്കരൻ പാപിയായി മാറുകയും അദ്ദേഹം ജയിലിൽ പോവുകയും ചെയ്തു. ഞങ്ങൾ തിരിച്ചാണ് കണക്കാക്കുന്നത്. അപ്പോൾ തലതിരിഞ്ഞ നയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അദ്ദേഹം നേരായ വഴിക്കല്ല സഞ്ചരിക്കുന്നത്, തലതിരിഞ്ഞ വഴിക്ക്. ഇല്ല, ഈ പറഞ്ഞതിലെല്ലാം ഉണ്ട്. അല്ല, ഇനിയിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ചർച്ചകളെക്കുറിച്ചല്ല ഇപ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ചർച്ചകളെക്കുറിച്ച്, വരാനിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്.
അല്ല ഞാനിത് ഞാൻ പറഞ്ഞല്ലോ BJPയുടെ കാഴ്ചപ്പാട് ഞാൻ സൂചിപ്പിച്ചല്ലോ, എല്ലാവരും ഞങ്ങളുടെ പാർട്ടിയിൽ വരും, അതാണ്, അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഒരാളോട് സംസാരിക്കുക, ചർച്ച, അത് രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കാണേണ്ടതല്ല ആരുമായിട്ട്. അല്ല, പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. ഓക്കെ, അല്ലെന്ന് ഇത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞങ്ങളുടെ നിലപാട് ഇപ്പം വ്യക്തിപരമായിട്ട് ആർക്കും ആരെയും കാണാനും സംവദിക്കാനും സംസാരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. പാർട്ടിക്കകത്ത് ഇക്കാര്യം വരുന്നത് അതൊരു തീരുമാനത്തിൽ വരുമ്പോൾ ഞങ്ങളെല്ലാവരും അറിയും. അത് ജില്ലാ ഘടകം അറിയേണ്ടതാണ് ജില്ലാ ഘടകം അറിയും, സംസ്ഥാന ഘടകമാണ് അറിയേണ്ടത് സംസ്ഥാന ഘടകം അറിയും. ഇതിന് ഞാൻ തെറ്റൊന്നുമില്ല. ഓക്കെ, ഒന്നില്ല. എനിക്കറിയില്ല അത്. രഘുനാഥ് എതിരാകുന്നത് അത് നിങ്ങളല്ല. അല്ല ഞാനല്ല, പക്ഷെ മറ്റേത് ആരും ശ്രദ്ധിച്ചില്ല. ആരാത് എനിക്കറിയില്ല. അയ്യോ, അല്ല, ആളെ അറിയില്ലല്ല, ഈ പ്രതികരിച്ചതായിട്ട് എനിക്കറിയില്ല. ഫേസ്ബുക്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അറിയില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.